പ്രിയപ്പെട്ടവരെ, ഇത് ഉയർപ്പിൻ്റെ 6-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് പ്രഥമ ദൃഷ്ട്യ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് തോന്നാം. കാരണം ഇതിൽ പ്രത്യേകമായിട്ട് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപമയോ ഒന്നുമില്ല. ഇതൊരു പ്രബോധനമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം യോഹന്നാന് വളരെ പെർഫെക്റ്റായ ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭാഗം മനസ്സിലാക്കാൻ എളുപ്പമായി വരും. ഈശോയുടെ ഒരു പ്രബോധനമാണ് എന്ന് നാം പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. ഒന്ന്, ഈശോയ്ക്ക് പിതാവായ ദൈവവുമായുള്ള ബന്ധമാണ്. രണ്ടാമത്തത്, അന്തിമ വിധിനാളിൽ സർവരെയും വിധിക്കാനുള്ള അവകാശം ഈശോയ്ക്കാണ് എന്ന് ഈശോ പ്രസ്താവിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഭാഗം 24-ാമത്തെ തിരുവചനം മുതലാണ് തുടങ്ങുന്നത്. അത് വ്രതസംസ്കാര ശുശ്രൂഷകളിൽ നാം വായിക്കുന്ന സുവിശേഷ ഭാഗമാണ്. കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സുവിശേഷമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഇങ്ങനെയൊരു പ്രബോധനം ഈശോ നടത്താൻ കാരണമെന്ത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നു. ബെത്സൈദയിലെ രോഗശാന്തിയാണ് അതിന് കാരണം. 38 വർഷമായി രോഗിയായി കിടന്ന ആളെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷാധിക്യത്താൽ ആ കാര്യം എല്ലാവരോടും പറഞ്ഞു നടന്നു. ഈശോയാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് എല്ലാവരോടും പറഞ്ഞു. ഇത് ഈശോയോട് ദേഷ്യമുണ്ടായിരുന്നവർക്ക് കൂടുതൽ ശത്രുതയുണ്ടാകാനായിട്ട് കാരണമായി. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാപത്തിലാണ് ഈശോ ഈ രോഗശാന്തി നടത്തിയത്. നോക്കണേ, 38 വർഷമായി രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കാതെ അതിനെ കുറ്റപ്പെടുത്താൻ നടത്തുന്ന മനുഷ്യർ, അതായത് മനുഷ്യപ്പറ്റിൻ്റെ മുകളിൽ നിയമത്തിൻ്റെ കാർക്കശ്യത്തെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യർ ഇന്നുമുണ്ട്. ഓർക്കുന്നത്, ഒരു ട്രഷറിയിൽ ഒരു അധ്യാപകൻ, റിട്ടയറായ അധ്യാപകനാണ്, ജെ എന്നെഴുതിയിരിക്കുന്നത് അത് അല്പം 2-3 പ്രാവശ്യം എഴുതി. അത് വെട്ടിത്തിരുത്തലാണ് എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട അധ്യാപകനെ 2 പ്രാവശ്യം ആ ട്രഷറിയിലെ ഓഫീസർ നടത്തിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യർ ഇന്നുമുണ്ട്. മനുഷ്യനോട് ക്രൂരത ചെയ്യുകയും നിയമത്തെ മറവിൽ ഈ ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. ഇവിടെ അവരുടെ ആരോപണം അതാണ്, ഈശോ സാപത്തിൽ രോഗശാന്തി നടത്തി. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈശോ ഈ പ്രബോധനം നടത്തുന്നത്. കാരണം സാപത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ലത്രേ. അതാണ് യഹൂദ വിശ്വാസം. സാപത്തിൽ നന്മ ചെയ്യാനും പാടില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. എൻ്റെ പിതാവ് ദൈവം സാപത്തിലും പ്രവർത്തന നിരതനാണ്. സാപത്തിൻ്റെ പേരിൽ മനുഷ്യരക്ഷയെ തടസ്സപ്പെടുത്താൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. എൻ്റെ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈശോ പിതാവും താനുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. ഈശോ സാപത്തിലും ദൈവം പ്രവർത്തന നിരതനാണ് എന്ന് പറഞ്ഞതിന് പഴയ നിയമ പിൻബലവുമുണ്ട്. മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്നത് 7-ാം ദിവസമാണ്, സാപത്ത് ദിവസമാണ്. അതുകൊണ്ട് ഈശോ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ജീവൻ സമർത്ഥമായി ഉണ്ടാകാനാണ്. ജീവനെ നശിപ്പിക്കാൻ, ജീവനെതിരായ കാര്യങ്ങളുണ്ടാകാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈശോ അത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്, പിതാവുമായിട്ടുള്ള ബന്ധം പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ മറ്റൊന്നും പുത്രൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഈശോ കൂടുതലായിട്ട് പറയുന്നു. അപ്പോഴാണ് ഇത് പറയുമ്പോൾ ദൈവത്തെ പിതാവ് എന്നവൻ വിളിച്ചു എന്ന് പറഞ്ഞ്
പിന്നീട് നമ്മൾ കാണുന്നത്, അതിനാൽ ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി ശ്രമിച്ചു. നോക്കണേ, ദൈവത്തെ പിതാവെന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഈശോയെ വധിക്കാൻ അവർ ശ്രമിച്ചു. അവരുടെ പഴയ നിയമ സങ്കല്പത്തിൽ ദൈവം യജമാനനും മനുഷ്യർ വിശ്വാസികൾ ദാസന്മാരുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രേണിയാണ്, അധികാര ശ്രേണിയാണ് അവർ നിലനിർത്തിയിരുന്നത്. അതുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ആകില്ല. നോക്കുക, ലോകം കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം അതാണ്. ഈശോ ദൈവം തമ്പുരാനെ പിതാവെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ദൈവത്തെ ആബാ എന്ന് വിളിക്കാം. ദൈവവുമായി പുത്രന് ചേർന്ന ഊഷ്മള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദൈവത്തെ അങ്ങനെ പിതാവായിട്ട് അവതരിപ്പിച്ചത് ലോകം കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഈശോ അതുകൊണ്ട് പറയുകയാണ്, പിതാവ് പുത്രനെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രന് പിതാവ് തൻ്റെ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട്, അതായത് തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. അപ്പോൾ ഈശോ പറയുന്നു, എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നിങ്ങൾ കാണും. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കും. അത് പിന്നീട് സംഭവിക്കുന്നുണ്ട്. ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണും എന്നുള്ളത് പൂർണ്ണമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഈശോ വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. താൻ ദൈവമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഈശോ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമഗ്രമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭാഗത്തിന് 4-5 പ്രധാനപ്പെട്ട തീംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, പിതാവ് പ്രവർത്തന നിരതനാണ്, ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന പ്രബോധനം. രണ്ടാമത്തത്, ദൈവം പിതാവാണ് എന്ന പ്രബോധനം. മൂന്നാമത്തത്, പിതാവ് കാണിച്ചു തരുന്നതാണ് പുത്രൻ ചെയ്യുന്നത്. നാലാമത്തത്, ഈശോ മിശിഹായുടെ വ്യക്തമായ പ്രബോധനം, താൻ ദൈവമാണ്. ഈ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പ്രായോഗികമായ പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പിതാവ് പ്രവർത്തന നിരതനാണ്. നാം നമ്മുടെ ദൗത്യങ്ങൾ എപ്പോഴും നിർവഹിക്കാൻ സന്നദ്ധത ഉള്ളവരാണോ, അതോ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരാണോ? നമ്മുടെ ജോലി സ്ഥലത്ത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതാണ്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു ആളുടെ ആവശ്യത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയുള്ളവരാണോ നാം എന്ന് ഓർക്കുക. ഞാൻ ഓർക്കുന്നത് ഒരു വികാരിയച്ഛനെ കുറിച്ചാണ്, ഒരു വൈദികനെ കുറിച്ചാണ്. ഒരു പിക്നിക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വളരെ സന്തോഷപൂർവ്വം എല്ലാം റെഡിയായി പോകുന്ന സമയത്താണ് ആ പിതാവ് വിളിക്കുന്നത്. ഒരു ദൗത്യം ചെയ്യണം, വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെ മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ്. ആ വൈദികൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് പോകാനിരുന്ന ആ പിക്നിക്ക് ക്യാൻസൽ ചെയ്തിട്ട് പിതാവിൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ പറ്റുന്ന കാര്യമല്ല പലപ്പോഴും. പക്ഷേ ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മുടെ ചെറിയ അസൗകര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ നമുക്ക് താല്പര്യമുണ്ടോ, അതിനുള്ള സന്നദ്ധതയുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ദൈവികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നാം? അങ്ങനെയുള്ളവരാണോ നാം? ഞാൻ ഓർക്കുന്നത് ഒരു അധ്യാപകനാണ്. അദ്ദേഹം രാത്രിയിൽ വണ്ടി ഓടിച്ച്, അദ്ദേഹത്തിൻ്റെ കൂടെ കുട്ടികളും എല്ലാം ഉണ്ട്, വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അബദ്ധത്തിൽ ഒരു ബംഗാളിയെ, ഒരു അന്യദേശക്കാരനെ തട്ടി. അയാൾ നിലത്ത് വീണു. വലിയ തട്ടലൊന്നും ആയിരുന്നില്ല, പക്ഷേ അയാൾ നിലത്ത് വീണു. അയാളുടെ തല നിലത്ത് ചെറുതായിട്ടൊന്നടിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ല, ആളുകൾ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പോയി. സാധാരണ രീതിയിൽ അവിടെ ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ അധ്യാപകൻ ഈ മനുഷ്യനെ വേറൊരു വണ്ടിയിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട്
ആ ഡോക്ടർമാർ അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോകാം, ഇനി വേണമെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ അധ്യാപകൻ പറയുകയാണ്, ഇല്ല, സ്കാനിങ് ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്ത് അന്ന് അഡ്മിറ്റായി. പിറ്റേ ദിവസമാണ് പോകുന്നത്. നടന്ന സംഭവമാണ് കേട്ടോ. പിറ്റേ ദിവസം 11,000 രൂപ അധ്യാപകൻ ചെലവാക്കി. അതിനുശേഷം ഈ ഡോക്ടർമാരുടെ കയ്യിൽ, ഡോക്ടർമാർ അത്ഭുതപ്പെടുകയാണ്, ഈ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ഈ നടത്തിയ ടെസ്റ്റിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റും എല്ലാം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ രണ്ടുപേരും ഏങ്ങലടിക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുക. കാരണം ജീവസന്ധാരണത്തിന് വേണ്ടി അവരുടെ നാട് വിട്ട് ഇവിടെ വന്ന ഈ പാവപ്പെട്ട മനുഷ്യർ ഇന്നുവരെ ഇങ്ങനെ ഒരു ടെസ്റ്റ് അവരുടെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. അധ്യാപകൻ നോക്കൂ, അധ്യാപകൻ്റെ മനസ്സിൻ്റെ ആ ഒരു നന്മ നോക്കൂ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണോ നാം? അതിന് താല്പര്യമാണ്. മൂന്നാമത്തത് ഈശോ പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഈശോ ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഈശോയെ പിതാവെ ആബ്ബ എന്ന് വിളിക്കാൻ പറ്റുന്ന അത്ര തീഷ്ണതയുള്ള ബന്ധം നമുക്കുണ്ടോ? ഊഷ്മളമായ ബന്ധം നമുക്കുണ്ടോ? ഉച്ചറേസ്യ പുണ്യവതിയുടെ നവമാലിക എന്ന് പറയുന്ന പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ, ആബ, അപ്പ എന്ന് ഈശോയെ വിളിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു. ആ തരത്തിലുള്ള ഒരു ശാഠ്യങ്ങളൊക്കെ. അപ്പോൾ പറയുന്നു, ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും പറയാണ്, എനിക്ക് ധ്യാനിക്കണമെന്നുണ്ടായിരുന്നു, എൻ്റെ ഈശോയെ ഞാൻ ഉറങ്ങിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, ആ ഉറക്കവും കൂടെ എൻ്റെ ധ്യാനമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നോക്കി, എത്ര സുന്ദരമായിട്ടുള്ള ഊഷ്മളമായ ദൈവബന്ധമാണ്. കാർലോ അക്യൂട്ടസ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂജൻ വിശുദ്ധനുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹം സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് ഈശോയുമായിട്ടുണ്ടാകുന്നത്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ദിസ് ഈസ് എ ഹൈവേ ടു ഹെവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശാലമായ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ഈ ഈശോയുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം, ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈശോ നമ്മെ. Subscribe now and press the bell icon. Never miss an update.